ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിമ്മി അനിൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ഇലയടയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇലയട നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഇതൊരു വെറൈറ്റി ഇലയടയാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ആദ്യമായിട്ട് നമുക്ക് ഇലയടയ്ക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ മട്ട അവലാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതിന് പകരം വെള്ളയവൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അത് നമുക്ക് നനച്ചെടുക്കണം. അതിനായിട്ട് അതിലേക്ക് 1/2 കപ്പ് തേങ്ങയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ശർക്കരയാണ്. ശർക്കര ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി. മധുരമൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഈ ശർക്കരയ്ക്ക് നല്ല മധുരമാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം ചേർത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ അവൽ നനയ്ക്കുമ്പോൾ വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇതുപോലെ കൈകൊണ്ട് നല്ലതായിട്ട് നനച്ചെടുക്കണം. നമ്മളിങ്ങനെ തിരുമ്മി എടുക്കുമ്പം തന്നെ ആ തേങ്ങയും ശർക്കരയുടെ ആ ഒരു മയവും എല്ലാം കൂടെ കൂടി നല്ലതായിട്ട് അതൊന്ന് നനഞ്ഞു വരും. ഇപ്പോൾ കാണുമ്പം തന്നെ അറിയാം ഏകദേശം അതൊന്ന് നല്ല മയത്തിൽ വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു സ്വല്പം കൈവെള്ളം തളിച്ചു കൊടുക്കണം. വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇതുപോലെ ജസ്റ്റ് ഒരു കൈവെള്ളം തളിക്കുക എന്നാണ് ഞാൻ പറയുന്നത്. അതിതുപോലെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് പിന്നെ നല്ലതായിട്ടൊന്നൊരു 3-4 മിനിറ്റ് ഇതുപോലെ ഞെരടിയെടുക്കുക. ഇതുപോലെ നമ്മുടെ കൈയിട്ട് നല്ലതായിട്ടൊന്ന് ഞെരടുമ്പോഴാണ് മയം വരുന്നത്. ഇപ്പം നമ്മുടെ നനച്ച അവൽ റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇലയടയ്ക്ക് പരത്താൻ വേണ്ടിയുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറേശ്ശെ വെള്ളം ചേർത്തത് നല്ലതായിട്ട് കുഴച്ചെടുക്കണം. ഒരു ദോശമാവിൻ്റെ ബാറ്ററിൻ്റെ പരുവത്തിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. ഈ ഇലയുടെ പരത്താനായിട്ട് നമ്മൾ അരിപ്പൊടി ഉപയോഗിക്കാറുണ്ട്, അതുപോലെ തന്നെ ഗോതമ്പ് പൊടി ഉപയോഗിക്കാറുണ്ട്. എന്നിട്ട് നമ്മൾ സാധാരണ കൈകൊണ്ട് പരത്തിയാണിത് എടുക്കുന്നത്. അതിന് പകരം ഇവിടെ ദോശമാവിൻ്റെ ബാറ്റർ പോലെ നമ്മൾ റെഡിയാക്കി ഇലയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് നമ്മളിതുപോലെ ഒട്ടും കട്ടയില്ലാതെ ഇതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടോ? ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഈ മാവ് റെഡിയാക്കിയെടുക്കാൻ. നമ്മൾ തവിയിൽ കോരി ഒഴിച്ചാൽ നമ്മൾ ദോശയ്ക്കൊക്കെ ഒഴിക്കുന്ന പോലെ കണ്ടോ? ഈ ഒരു കൺസിസ്റ്റൻസി, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു പരുവമെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇല വേണം. ഞാനിവിടെ കുറച്ച് വാഴയില ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഞാൻ തിളച്ച വെള്ളത്തിലിട്ട് എടുത്താണ്. അപ്പോഴല്ലേ നമുക്ക് അതിനൊരു ഫ്ലെക്സിബിലിറ്റി വരുന്നത്. അതുകൊണ്ട് ഇതുപോലെ തിളച്ച വെള്ളത്തിൽ മുക്കിയെടുത്തതാണ്. ഇനി നമുക്കതിൽ നിന്ന് ഒരില എടുത്തിട്ട് അതിലെ വെള്ളമൊക്കെ ഞാൻ തുടച്ച് കളഞ്ഞിട്ടുണ്ട്. നമ്മൾ ദോശ ഒഴിച്ചു കൊടുക്കുന്ന പോലെ അതുപോലെ ഒരു തവിയിലെടുത്ത് ഒരു തവി മാവ് ഇതുപോലെ നമ്മൾ കറക്കിയെടുക്കാം. കേട്ടോ, കറക്റ്റ് അതിൽ നമുക്കിതുപോലെ പരത്തിയെടുക്കാൻ പറ്റും. പരത്തിയെടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് ഇടണം. അതിനുശേഷം അതിലേക്ക് നമ്മൾ മുമ്പേ റെഡിയാക്കി വെച്ച നമ്മുടെ അവൽ നനച്ചതില്ലേ, അത് ഒരു സൈഡിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലോട്ട് മടക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു സൈഡിൽ അത് വെച്ച് കൊടുക്കുന്നത്. ഒരു പകുതി പോർഷനിൽ വെച്ച് കൊടുക്കാം. ഞാനിനി ഈ അവലിൻ്റെ മുകളിൽ പഴം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ പഴവും അവലും കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. പഴം വെച്ചില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്കിത് മടക്കണം. നമുക്കിനി പെട്ടെന്ന് അത് മടക്കിയെടുക്കാം. കണ്ടോ, ഈ ഒരു മോഡലിൽ നമ്മളത് പെട്ടെന്ന് തന്നെ മടക്കണം. എന്നിട്ട് നമ്മളിതിൻ്റെ 3 സൈഡും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇതുപോലെ മടക്കിയില്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് വെളിയിലോട്ട് ഒഴുകി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഒരെണ്ണം കൂടെ ഞാൻ അതുപോലെ തന്നെ കാണിക്കാം. ഇതുപോലെ ദോശയുടെ മാവ് പോലെ തന്നെ നമ്മളിതുപോലെ പരത്തിയെടുക്കുക. അതിനുശേഷം അതിൻ്റെ ഒരു സൈഡിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുക.
അതിനുശേഷം അതിന് മുകളിൽ പഴം കൂടെ വെച്ചതിന് ശേഷം നമ്മളിത് ഒരു സൈഡിൽ നിന്ന് പെട്ടെന്ന് അങ്ങനെ മടക്കിയെടുക്കുക. നമ്മൾ ദോശയുടെ ബാറ്റർ പോലെ ആയതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് മടക്കിയെടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അട ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ അപ്പച്ചെമ്പിൻ്റെ ഒരു തട്ടാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഇതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ഇലയട വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 20 മിനിറ്റ്സ് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പം ഏകദേശം ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് പോവാനായിട്ട് നമുക്കിതുപോലെ വെളിയിൽ വെച്ച് കൊടുക്കാം. ചൂടോടുകൂടി തന്നെ നമ്മൾ ആ ഇല റിമൂവ് ചെയ്താൽ അതിൽ ഒട്ടിപ്പിടിക്കും. സോ അതിൻ്റെ ഒന്ന് ആറിയതിന് ശേഷം നമുക്കിതുപോലെ ഇല റിമൂവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഇലയട റെഡി ആയിരിക്കുകയാണ്. നമ്മളിത് കൈകൊണ്ട് കുഴയ്ക്കുകയോ പരത്തുകയോ അങ്ങനെ ഒന്നും ചെയ്യേണ്ട. ജസ്റ്റ് നമ്മൾ തവി കൊണ്ട് മാത്രം ഒരു ദോശ ഉണ്ടാക്കുന്ന പോലെ മാത്രം ഉണ്ടാക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, അടിപൊളിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിള്ളേർക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണേ. ആരെങ്കിലും പുതിയതായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ പ്രസ് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു, ബൈ.